നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് മീനും കൂട്ടിയിട്ട് ചോറ് കൊടുക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ആ ടൈമിൽ പാസ് ചെയ്ത് പോകുന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് പറയണേ കേട്ടോ, അടുത്ത ജന്മം ഞാൻ ഇവിടുത്തെ പൂച്ചക്കുട്ടിയായിട്ട് ജനിക്കട്ടെ, എനിക്ക് എന്നും മീൻ കൂട്ടിയിട്ട് ചോറുണ്ടാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അതേപോലെ നമ്മുടെ പപ്പിക്കുട്ടിന് ഫുഡ് കൊടുക്കുന്ന കണ്ടിട്ടൊക്കെ പറയട്ടോ, വളരെ നല്ല കാര്യമാണ് മോളെ, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ തന്നെ കൊണ്ടുള്ളൂ, ഈ പുണ്യൊക്കെ തന്നെ കൊണ്ടുള്ളൂ, അല്ലാതെ എന്താ കൊണ്ടുപോവുക, നല്ലതാണ് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ണമീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ ബൊമ്മിക്കുട്ടിക്ക് മത്തി തീരെ ഇഷ്ടമില്ല കേട്ടോ. കണ്ണമീനൊക്കെ നല്ല വിലയാണ്, എന്നാലും നമ്മുടെ ബൊമ്മിക്കുട്ടിയെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ പൂച്ചകളും എല്ലാ മീനും കഴിക്കുന്നുണ്ട്, പക്ഷെ ബൊമ്മിക്കുട്ടിക്കാണെങ്കിൽ ചില മീനുകൾ മാത്രമാണ് കേട്ടോ കഴിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാണ് ബൊമ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊമ്മിക്കുട്ടി അങ്ങനെ മീൻ കിട്ടിയില്ല എന്നിട്ട് വാശി പിടിക്കുക കരയൊന്നുമില്ല. ബൊമ്മിക്കുട്ടി കുറച്ച് ഫുഡാണ് കേട്ടോ കഴിക്കുള്ളൂ, കാറ്റ് ഫുഡാണെങ്കിലും കുറച്ചേ കഴിക്കുള്ളൂ. അതുപോലെ ഞാൻ വളർത്തിയ പൂച്ചകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു പൂച്ചക്കുട്ടി ബൊമ്മിക്കുട്ടിയാണ് കേട്ടോ. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ബൊമ്മിക്കുട്ടിക്ക്. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തു, അതിൻ്റെ തലയൊക്കെ പൂച്ചക്കുട്ടികൾക്ക് നമ്മുടെ പപ്പിക്കുട്ടനൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കി നമ്മളിതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പീക്കിരി എന്താണാവോ എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ വരണ പോലെ വന്നിട്ട് നോക്കിയിട്ട് പോണ കണ്ടോ. അപ്പം നമ്മുടെ വീട്ടിലത്തെ അവസാനത്തെ ഇനിയൊരു പൂച്ച നമ്മുടെ വീട്ടിൽ പ്രസവിക്കല്ലേ കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലത്തെ അവസാനത്തെ പൂച്ചക്കുട്ടി നമ്മുടെ പീക്കിരിക്കുട്ടനാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൊഞ്ചലും ലാളനയൊക്കെ നമ്മുടെ പീക്കിരിക്കുട്ടനുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ച മീൻ കൂട്ടിയിട്ട് എല്ലാവർക്കും ചോറ് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇത് കുറിഞ്ഞും ബൊമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇവരെന്താ അങ്ങനെ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീക്കിരിക്കുട്ടനെയും ബബിളിക്കുട്ടനെയും ചമ്പിക്കുട്ടൻ്റെ ഒപ്പൊന്നും ഇവരെ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് ചോറൊന്നും കിട്ടില്ല. എല്ലാം ഇവരെടുത്ത് കഴിക്കും കേട്ടോ. ഇവർക്ക് നല്ല സാമർത്ഥ്യമുള്ള പൂച്ചകളാണ്. അപ്പോൾ അതാ ഇവര് ഞാൻ മല്ലനും വില്ലനൊക്കെ ഇട്ട് കൂട്ടിലിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ പപ്പിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരെ കൂട്ടിലിട്ടിരിക്കുന്നത്. ചമ്പിക്കുട്ടി ഇതാ പൂരി വെയിലെത്തിരുന്നിട്ടോ ചോറുണ്ണണം കേട്ടോ. അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് വരാതെ ഇവിടെ ഇരുന്നിട്ടാ കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്പിക്കുട്ടി ചോറുണ്ടതിൻ്റെ ബാക്കി നമ്മൾ ആ കറുത്ത പൂച്ചയുണ്ടല്ലോ അത് ഉണ്ടിട്ട് ഇതാ ഓടി പോവാണ് കേട്ടോ. എന്നെ കണ്ട ഓടി പോവും, കാരണം പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടൻ വന്നിട്ട് ചോറ് ഉണ്ണാണ്. പപ്പിക്കുട്ടനും കുറച്ച് മീനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ കറുത്ത പൂച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണണ നേരത്ത് വരുമ്പോൾ എന്താ ചെയ്യുക, അപ്പം ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് ഓടിച്ച് വിടുകയാണ് കേട്ടോ ചെയ്യുക. കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ അത് ഓടി പോകും കേട്ടോ. അല്ലെങ്കിൽ വെറുതെ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടനെ കാണാത്തവരൊക്കെ കണ്ടോളൂ. അപ്പം നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ കുറിഞ്ഞി ബൊമ്മിക്കുട്ടീനൊന്നും പപ്പിക്കുട്ടന് പേടിയില്ല കേട്ടോ. ആകെ പേടി നമ്മുടെ ഇവര് രണ്ടുപേരെയാണ് കേട്ടോ പേടി. അവർ കണ്ട് ഊണ് കഴിഞ്ഞിട്ട് അടി തുടങ്ങി കേട്ടോ. ഉണ്ട ചോറിഞ്ഞ് തയ്ക്കണ്ടേ, എന്നാലല്ലേ ഇനി അടുത്തത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ, പൊരിഞ്ഞടിയാണ് കേട്ടോ. ഇവിടെ ഈ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും ഇവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ അടി കണ്ടിട്ട് കുറിഞ്ഞിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് നോക്കി കണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല രസം. അപ്പോൾ എല്ലാ പൂച്ചകളും ഊണൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പപ്പിക്കുട്ട അവിടെ തണുപ്പത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഗോതമ്പ് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.